സെക്രട്ടേറിയറ്റ് OA പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്ത ആൾക്കാർ അതൊന്ന് എടുത്ത് നോക്കുക. പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾ നല്ല എളുപ്പം. അതായത് ഇതൊരു മെയിൻ എക്സാം അല്ലേ. ഇപ്പോൾ മെയിൻ എക്സാം ആകുമ്പോൾ അത്യാവശ്യം പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സായ കുട്ടികളിൽ മെയിൻ എക്സാമിന് പോകുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. എന്നാൽ കുറച്ച് പാടുള്ള ചോദ്യങ്ങളിൽ കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ്. അതായത് ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റൊക്കെ അറിയായിരിക്കും, പക്ഷേ ചിലത് അങ്ങനെയൊക്കെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ചിലത് അങ്ങനെ പറ്റത്തില്ല. അതായത് കൺഫ്യൂസിങ് ആയിട്ട് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഉപേക്ഷിക്കേണ്ടി വരും. ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. നിങ്ങളത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എളുപ്പമുള്ള ചോദ്യം നമ്മൾ അത് ശരിയാക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗമില്ല. നമ്മൾ ആരും എഴുതാത്ത ചോദ്യങ്ങൾ എഴുതുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം പറയണം. പിന്നെ ഈ ഒരു എക്സാം ബേസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു 10th മെയിൻസ് നമ്മുടെ പ്ലേ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക.